തിങ്സ് ന്യൂ. അതെ, വെൽപാട് പുസ്തകത്തിന്റെ ഈ വാക്കുകൾ ഇവിടെ അർത്ഥപൂർണമാകുകയാണ്. ചരിത്രപൂർണമായ ഒരു നിമിഷത്തിനാണ് ഷെക്കിനായി ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനപ്രകാരം കേരള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി വേൾഡ് ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി കൊച്ചി രൂപത KRLCBC ചിൽഡ്രൻസ് കമ്മീഷന്റെ നേതൃത്വത്തിൽ 10 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികളെ ഒരുമിപ്പിച്ച് വേൾഡ് ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുകയാണ്. ഷെക്കിനായുടെ പ്രിയ പ്രേക്ഷകരെ ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസിനെ പറ്റി ചോദിക്കാം. രജിസ്ട്രേഷൻ റിസപ്ഷൻ ടീമാണ്. അപ്പോൾ വരുന്ന കുട്ടികൾ ഞങ്ങളിങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏഞ്ചൽസിൻ്റെ നെയിമിലാണ്. അപ്പോൾ അതിലത്ത് ഗെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ കുറച്ചും കൂടി എന്താ പറയുക എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ഗെയിംസ്. അപ്പോൾ ഇത് ശരിക്കും കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പ ഇങ്ങനെ അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും കൊച്ചി രൂപത ശരിക്കും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി കുട്ടികൾക്ക് നേരത്തെ ആ ഒരു ഈശോയുടെ അനുഭവം കിട്ടാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളായേനെ. ഒത്തിരി മാസങ്ങളുടെ ഇൻ്റർസെഷനും അതുപോലെ ഒത്തിരി പേരുടെ ഒരു ഹാർഡ് വർക്കിൻ്റെയും ഒരു ഫലമാണ്. ഈശോ ഒത്തിരി ഞങ്ങൾ നയിക്കുന്നുണ്ട്. അപ്പോൾ അകത്ത് മ്യൂസിക് പ്രോഗ്രാംസ് ഉണ്ട്, മ്യൂസിക് ബാൻഡിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗെയിംസ് നടക്കുന്നുണ്ട്, പിന്നെ ഡാൻസ് പെർഫോമൻസ് കുട്ടികളുടെ ഉണ്ട്, പിന്നെ ഇൻ്റർസെഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ചൈൽഡ് കെയറിൻ്റെ ടീമുണ്ട്, മെഡിക്കൽ ടീമുണ്ട്, ഫുഡ് മിനിസ്ട്രി ഉണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൂടി ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമാണ് ഇന്നത്തെ ദിവസം. ഇത് സഭ കുട്ടികളുടെ കവളി കൊടുക്കുന്ന ഒരു സ്നേഹ ചുംബനമായിട്ടാണ് ഞങ്ങൾ ഇത് നൽകുന്നത്. നമ്മുടെ ചില്ലാമണിയുടെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോയോടൊപ്പം ഒരു ദിവസം ഇവിടെ ചെലവഴിക്കാൻ, ഈശോയുടെ കൂടെ ആയിരിക്കാൻ 500-ലധികം കുട്ടികളാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കറിയാം അവർ അത്രത്തോളം സന്തോഷവതിമാരും സന്തോഷവന്മാരായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈശോയ്ക്ക് വേണ്ടി അവർ ആയിരിക്കുന്ന ഈ നിമിഷം, ആ നിമിഷത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. കുഞ്ഞ് ആദ്യമായിട്ടാണോ പ്രോഗ്രാമിന് വരുന്നേ? ആണോ? ഇവിടുത്തെ ഭയങ്കര ഡ്രാമയും സ്കിറ്റൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടാ. മാത്രമല്ല ഗെയിമൊക്കെ നല്ല അടിപൊളിയാ. ആര് പറഞ്ഞിട്ടാ വന്നേ? ഈശോ വന്നിട്ടാ വന്ന. ഈശോ പറഞ്ഞിട്ടാ വന്നേ? ഇവിടെ വന്നിട്ട് എന്നിട്ട് എങ്ങനെയുണ്ട്? ഈശോനെ കണ്ടോ? ഈശോനെ കണ്ടു. നല്ല അടിപൊളി രസം. അത് മാത്രമല്ല ഇവിടുത്തെ ലൈറ്റൊക്കെ അടിക്കുമ്പോ ഒരു ഇമാജിനേഷൻ പോലെ വന്നിട്ടുണ്ട്. ഇമാജിനേഷൻ? ഈശോനെ ഇമാജിനേഷനിൽ കണ്ടോ കൊച്ച്? അതെയാ? പിന്നെ ഇവിടെ എന്തൊക്കെ ഇഷ്ടപ്പെട്ടെ? പിന്നെ ഇവിടുത്തെ ഫ്രണ്ട്സിനെയൊക്കെ ഇഷ്ടപ്പെട്ട്. ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ വന്നിട്ട്? അതുപോലെ സാറി പറയണ ഓരോ ഗെയിമൊക്കെ ഗെയിമൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ? കളിക്കാനും നല്ല രസം. ഇഷ്ടപ്പെട്ടു. ഈശോനെ ഇഷ്ടപ്പെട്ടു. ഈശോനെ കൂടുതൽ അറിയാൻ പറ്റിയോ? കുറെ അറിയാൻ പറ്റി. വേൾഡ് ചിൽഡ്രൻസ് ഡേ 2024 ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുകയാണ് അല്ലേ നമ്മള്? ഹലോ, എന്തൊക്കെയുണ്ട്? ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ പ്രോഗ്രാം? എങ്ങനെയാ? പിന്നെ എന്തൊക്കെ കിട്ടി ഇവിടുന്ന്? ഡാൻസ് ഒക്കെ പഠിച്ചല്ലേ? വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാരെയൊക്കെ ഡാൻസ് ഒക്കെ കാണിച്ചു കൊടുക്കോ? ഇനി അടുത്ത പരിപാടി വെച്ച് വരുമോ? ഉറപ്പായിട്ടും വരും. ഇതിന്ന് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്താ? ചില്ലാനടയിൽ വന്നിട്ട് ഭയങ്കര വന്നിലിറങ്ങി ഭയങ്കര നഷ്ടമായി പോയെന്നൊക്കെ തോന്നി. എന്ത് കാര്യം കൂടുതൽ അറിയാൻ പറ്റിയോണ്ട് ഇതിൽ വന്നിട്ട് ഭയങ്കര നഷ്ടമാണെന്ന് തോന്നി. കൂടുതൽ അറിയാൻ പറ്റി. അടുത്തറിഞ്ഞല്ലേ? ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടി. അതുപോലെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. നമ്മോടൊപ്പം ഉള്ളത് KRLCBC ചിൽഡ്രൻസ് കമ്മീഷൻ റീജിയണൽ സെക്രട്ടറി ഫാദർ വിൻസെന്റ് ലിലു ആണ്. നമ്മുടെ ചിൽഡ്രൻ നമ്മുടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താനായിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു? പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനം അനുസരിച്ച് നാം ഇപ്പോൾ നടത്തുന്ന വേൾഡ് ചിൽഡ്രൻസ് ഡേ ഇന്ന് ഇവിടെ കൊച്ചി രൂപതയിൽ ആദ്യം നടത്തുമ്പോൾ
കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ദിനം എന്ന് നാം കാണുന്നത്. കാരണം ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ കുട്ടികൾ അവർ പല രീതിയിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പം ആ അവസ്ഥയിൽ നിന്നും തിരികെ വരിക, അല്ലെങ്കിൽ അവരെ ഒന്ന് കൂടെ നിർത്തുക, അവർക്ക് ചേർത്ത് നിർത്തുക, അവർക്ക് കൊടുക്കേണ്ട എല്ലാവിധ ഉറപ്പും സംരക്ഷണവും കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കൊച്ചി രൂപതയിൽ അരുണച്ചൻ്റെ നേതൃത്വത്തിൽ നാം ഇന്നിവിടെ ചിൽഡ്രൻ റൺ എന്ന ഒരു പ്രോഗ്രാം നടത്തുന്നത്. വളരെയധികം സന്തോഷത്തോടെയാണ്. കാരണം 12 രൂപതകളിലായിട്ട് നാം കുട്ടികളെ നല്ല രീതിയിൽ അവർക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെ പ്രകാരം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊരു ലക്ഷ്യം നേടുക, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ നേടേണ്ട പല ലക്ഷ്യങ്ങളും എപ്രകാരം നേടാൻ സാധിക്കും എന്നതിനെ ആസ്പദമാക്കി നാം ഇപ്പോൾ ഈ പരിപാടി നടത്തുമ്പോൾ അവർക്ക് മുമ്പോട്ട് പോകുമ്പോൾ വെല്ലുവിളികൾ ഉണ്ടായാലും അതിജീവിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കും എന്നതിനെ പറ്റി ഒരു ഉദ്ബോധനം നടത്തുക എന്ന ലക്ഷ്യമാണ് ഇന്നിവിടെ നടത്തുന്നത്. അതിനുവേണ്ടി നടത്തുന്ന എല്ലാ പ്രോഗ്രാമിനും അച്ഛന്മാർക്കും എല്ലാവർക്കും നല്ല എൻ്റെയും KRLCBCയിലെ എല്ലാ അച്ഛന്മാരുടെയും ബിഷപ്പിൻ്റെയും ആശംസകൾ നേരുകയാണ്. കുട്ടികളുടെ കാര്യം കുട്ടിക്കളിയല്ല, അതെ, ചിൽ വിത്ത് ക്രൈസ്റ്റ് ഇന്ന് അതിഗംഭീരമായി തന്നെ നടത്തപ്പെട്ടു. കേരള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ന് ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്തത് കൊച്ചി രൂപത KRLCBC ചിൽഡ്രൻസ് കമ്മീഷൻ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് KRLCBC ചിൽഡ്രൻസ് കമ്മീഷൻ ഡയറക്ടർ ഫാദർ അരുണാണ്. അച്ഛാ, ചിൽ ആൻഡ് റൺ, ആ ടാഗ് ലൈനിൽ തന്നെയുണ്ട് ഒരു യുണീക്നെസ്. എന്താണ് ഈ പ്രോഗ്രാം നടത്താനുള്ള? ഒത്തിരി സന്തോഷം തോന്നിയ കാര്യം, ഇവർ KRLCBC ചിൽഡ്രൻസ് കമ്മീഷൻ്റെ ഒരു ഉത്തരവാദിത്തം ഡയറക്ടറായിട്ട് കൊച്ചി രൂപത ഡയറക്ടറായിട്ട് ഉത്തരവാദിത്തം കിട്ടിയിട്ട് ഒരു 4-5 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എങ്ങനെ ഒരു ആദ്യത്തെ ഒരു ലോഞ്ചിങ് പ്രോഗ്രാം ചെയ്യണം, കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഫ്രാൻസ് പാപ്പ ഇങ്ങനൊരു അനൗൺസ്മെൻറ്റ് നടന്നത്. ഫ്രാൻസ് പാപ്പയുടെ അടുത്ത് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അലക്സാണ്ടർ എന്ന കുട്ടിയാണ് ചെന്നിങ്ങനെ ചോദിക്കുന്നത്, ചേട്ടന്മാർക്കൊക്കെ ഒത്തിരി പ്രോഗ്രാം കണ്ട്, വേൾഡ് യൂത്ത് ഡേ ഉണ്ട്, ഞങ്ങൾക്ക് കുട്ടികൾക്ക് പരിപാടിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ പാപ്പ ഇങ്ങനെ ആലോചിക്കും, കൊള്ളാമല്ലോ, ഞാനതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വേൾഡ് ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞ് ഫ്രാൻസ് പാപ്പ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിസംബറിലാണ്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ന്യൂസ് ജീവനാഥത്തിലൂടെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഇതിങ്ങനെ വായിക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു ഇൻസ്പിറേഷൻ തോന്നി. കാത്തിരുന്നൊരു പരിപാടി കിട്ടിയ പോലെ ഫ്രാൻസ് പാപ്പ നമുക്ക് വേണ്ടി ചെയ്താണോ എന്ന് വരെ ചിന്തിക്കുന്ന രീതിയിൽ. റോമിൽ ഇത് 25-26 തീയതിയിൽ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ ആലോചിച്ച് അങ്ങനെ കുട്ടികളുടെ ഒരു ഗ്രാൻഡ് കോൺഫറൻസ് കൊച്ചിയിൽ ചെയ്താലോ, നമ്മുടെ ചിൽഡ്രൻസ് കമ്മീഷൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവ്. അപ്പോൾ നമ്മുടെ കൊച്ചിയിൽ തന്നെയുള്ള എല്ലാ മറ്റ് സംഘടനകളും, വിശ്വ ലീഗ്, ക്രിസ്റ്റീൻ, അതുപോലെ തിരുവാല സഖ്യം, കാറ്റഗറിസം ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരെല്ലാവരും തന്നെ എൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്തു. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേരെന്തിടണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചു. അപ്പോൾ ചിൽഡ്രൻസ് കമ്മീഷനാണല്ലോ, ചിൽഡ്രൻ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്താണ് ചിൽഡ്രൻ റൺ. സ്പീഡിൽ പറഞ്ഞാൽ ചിൽഡ്രൻ എന്ന് തോന്നുന്ന പോലെ ചിൽ ആൻഡ് റൺ എന്നാണ് നമ്മളെ പ്രോഗ്രാമിന് പേരിട്ടത്. അപ്പോൾ ചിൽ ആൻഡ് റണ്ണിന് അങ്ങനെ ഒരു ടാഗ് ലൈൻ മനസ്സിങ്ങനെ വന്നു, ചിൽ വിത്ത് ക്രൈസ്റ്റ്, റൺ ഫോർ ക്രൈസ്റ്റ്. യേശുവിൻ്റെ കൂടെ സന്തോഷിക്കാനും തുള്ളിച്ചാടാനും എന്നിട്ട് യേശുവിന് വേണ്ടി ഓടുക, ആ ഒരു കോൺസെപ്റ്റിലാണ് ഒരു സംഭവം വന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ ഒരു കുറേ മാസങ്ങളായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഓരോ ഇടവകയിൽ അനൗൺസ് ചെയ്ത സമയത്ത് എല്ലാവരും ഭയങ്കര ആവേശത്തോടു കൂടി ഇതെടുത്തു എന്നുള്ളതാണ്. കാരണം വെക്കേഷൻ ഇഷ്ടം പോലെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രോഗ്രാമിന് എന്താണ് പ്രത്യേകത എന്നുള്ള കുട്ടികളുടെ മനസ്സിൽ ഇതിങ്ങനെ സഭയുടെ എല്ലാ കാര്യങ്ങളൊക്കെ, ഈശോയുടെ കാര്യങ്ങൾ, സുവിശേഷമൊക്കെ ഇത്തിരി ബോറല്ലേ എന്നൊരു ധാരണ പലപ്പോഴും കുട്ടികൾക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്, ആത്മീയ കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും കുട്ടികളുടെ ലാംഗ്വേജിലും കാലഘട്ടത്തിലെ എല്ലാ സാധ്യതകളും ടെക്നോളജീസും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സുവിശേഷം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ സുവിശേഷം നമ്മുടെ കയ്യിലുള്ള യേശുവിൻ്റെ ആ ഒരു സുവിശേഷം അത് ഭയങ്കര സ്ട്രോങ് ആണ്, ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ചില സമയത്തെങ്കിലും നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി വളരെ ബോറായി പോകാറുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു അനോയിൻറ്റിങ്ങിലും അഭിഷേകത്തിലും പ്രാർത്ഥന ഒരുക്കത്തിലും നല്ല രീതിയിൽ പ്രസൻറ്റും കൂടി ചെയ്യണം. കുട്ടികൾക്കും അവരുടെ കഴിവുകളൊക്കെ ഈശോയ്ക്ക് വേണ്ടി ദൈവരാത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു തീക്ഷ്ണതയിലേക്ക് ആ കുട്ടികൾ വരണം, നാളെ ഈശോയ്ക്ക് വേണ്ടി ഓടാൻ വേണ്ടി. സന്തോഷം എന്ന കാര്യം, രജിസ്ട്രേഷൻ 8:30 മണിക്കാണ് നമ്മൾ പറഞ്ഞത്. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത പിള്ളേരാണ്. 8:30 മണിക്ക് എത്രയെന്ന് പറഞ്ഞപ്പോൾ 7:30 തൊട്ട് തന്നെ ഈ കുട്ടികൾ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹത്തോടെ. അപ്പോൾ അതൊക്കെ സാധാരണ നമ്മൊരു 9 മണി ഒരു പരിപാടി തന്നെ 10 മണിക്ക് തുടങ്ങുക, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ആ സമയത്ത് ഈ കുട്ടികൾ 7:30 തൊട്ട് തന്നെ ഇവരെത്തി, കറക്റ്റ് ടൈമിങ്ങിന് ഇവരെല്ലാം എത്തി. ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളൊക്കെ കാണാൻ ഇവരുടെ ഉള്ളിലൊരു വലിയ സന്തോഷമുണ്ട്. അവർക്ക് ഇനിയും ഇതുപോലെ ഈശോയ്ക്ക് വേണ്ടി പാട്ട് പാടാനും തുള്ളിച്ചാടാനും ആരാധിക്കാനും കുർബാനയിൽ ആത്മാവിൻ്റെ നിറവിൽ വരാനും പറ്റും എന്നീ കുട്ടികൾക്ക് മനസ്സിലായത് ഈ ഒരു പ്രോഗ്രാമിന് അങ്ങനെ ഒരു ഗുണം ഉണ്ടായെന്നുള്ള. അപ്പോൾ നമുക്കിനിയും സഭയിൽ ഒത്തിരിയേറെ കഴിവുള്ള കുട്ടികളുണ്ട്, അവരെയൊക്കെ വെച്ച് നമുക്ക് ഇനിയും ദൈവരാജ വളർച്ച കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യണം.
ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ പ്രതീക്ഷിക്കാം? ഇനി കേരളം മുഴുവനും കേരളം വേറെ ലെവലിലോട്ട് കർത്താവ് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കൊച്ചി ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തു. നമുക്ക് ആഗോളസഭ ഇത് അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമുക്ക് കൊച്ചിയിലാണ് ആ ഒരു വേൾഡ് ചിൽഡ്രൻസ് ഡേ ഇപ്പോൾ അനൗൺസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് ചാനൽ ഇതെല്ലാം വന്ന് കവർ ചെയ്ത് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും ആൻഡ് ഇൻസ്പിറേഷനിൽ ഒത്തിരിയേറെ ദൈവരാശുശ്രൂഷ കുട്ടികൾക്ക് വേണ്ടി. വലിയ ആൾക്കാരുടെ കാര്യത്തിൽ എല്ലാവരും വളരെ സീരിയസ് ആണ്. പക്ഷേ കുട്ടികളായാലും ചില സമയത്തെങ്കിലും പിള്ളേരല്ല അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാൻ എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. കുട്ടികൾക്ക് കുറേ വിഷമമുണ്ട്, പ്രശ്നമുണ്ട്. നമ്മൾ അവരുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നവരെയാണ് നമ്മൾ കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. ടീച്ചേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാരൻസ് ആയിക്കോട്ടെ, അവർക്കൊരു ട്രെയിനിങ് ഇൻഫോർമേഷൻ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ സംഘടനകളാണെങ്കിലും അപ്പോൾ കുട്ടികളുടെ ഇടയിലേക്ക് അത് എത്തും എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ സന്തോഷം, ആഗ്രഹം. സൂപ്പറായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെയുണ്ട് ഇത് ജില്ലാ നാട്ടിൽ എന്തൊക്കെ കിട്ടി നിങ്ങൾക്ക് പുതിയതായിട്ട്? കുർബാനയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പുതിയ നല്ല കൂട്ടുകാരെയൊക്കെ കിട്ടി. പുതിയ ഡാൻസ് ഒക്കെ പഠിച്ചു. ഇഷ്ടപ്പെട്ടോ? വീട്ടിൽ ചെന്നിട്ട് ഒപ്പയുടെ തമ്മിയുടെ അടുത്തൊക്കെ പറയില്ലേ ഡാൻസ് പഠിച്ചു, പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ എന്താ ഇന്ന് കിട്ടിയേ ജില്ലാ നാട്ടിൽ നിന്ന് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്താ ഇന്നത്തെ? ഈശോ എടുക്കാൻ പറ്റും. ഈശോയോട് കൂടുതൽ അടുക്കാൻ പറ്റി അല്ലേ? പിന്നെ നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്തായിരുന്നോ ഇതിങ്ങനെ ആയിരിക്കും? അത് നിങ്ങൾ ഉദ്ദേശിച്ചതിന് മേലെയാണോ? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ? ഫുള്ള് പ്രാർത്ഥനയായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു? ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യോ? ഇനി ഇതുപോലെ പരിപാടി വെച്ച് വരുമോ? ഇവിടെ ആദ്യത്തെ പരിപാടിയാണോ ഇത്? മൊത്തത്തിൽ സൂപ്പറായിരുന്നു. ഇങ്ങനെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്തായിരുന്നോ? ഇല്ല, ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എക്സ്പെക്ട് ചെയ്തതിൽ അപ്പുറമായിരുന്നു. ഇത് വീട്ടിൽ നിന്ന് പ്രഷർ ചെയ്ത് വിട്ടോ അല്ല ആരെങ്കിലും അല്ല, സ്വന്തം ഇഷ്ടത്തിൽ. എന്നിട്ട് എങ്ങനെയുണ്ട്? നഷ്ടമായിരുന്നോ അതോ? ഇല്ല, വരുന്നത് നന്നായിരുന്നു. ജില്ലാ റണ്ണിന്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ സിസ്റ്റർ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം തോന്നുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടി. ഇത് എന്താണ് നമ്മൾ കണ്ടിരുന്ന ഒരു പാറ്റേണിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലായിട്ടാണ്. കുട്ടികൾ വരുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു, ചിൽ ആൻഡ് റൺ, ചില്ല് ചെയ്തിട്ട് പോകുക. അതിൻ്റെ പേര് തന്നെ ചിൽ വിത്ത് ക്രൈസ്റ്റ് ആൻഡ് റൺ ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് വെറൈറ്റിയാണ്, കുറച്ച് ന്യൂജനാണ്. അപ്പോൾ കുട്ടികൾക്കും മനസ്സിലാകും സഭ എത്രത്തോളം അവരെ കരുതുന്നുണ്ട്. പലപ്പോഴും നമ്മൾ നടത്തി വരുന്ന നമ്മുടെ റിട്രീറ്റ്, അതായത് കുറേ ഒത്തിരി സംഭവങ്ങൾ സഭ നടത്തുന്നുണ്ട് സെയിമായിട്ട്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തകളാണ്. അവർക്കും മനസ്സിലാവട്ടെ സഭക്കും ബെറ്റർ ക്വാളിറ്റി കൂടിയ സാധനങ്ങളൊക്കെ തരാൻ പറ്റുമെന്ന് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയമാണ്. അതെ, അവരിപ്പോ തകർക്കണേ, ചില്ലിയാണ് ഈശോയോടൊപ്പം അതെ, ജസ്റ്റ് സെലിബ്രേഷൻ അല്ല, ഒത്തിരി പേരുടെ എഫേർട്ട്, ഹാർഡ് വർക്ക് ഉണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം. രാവുകള് എന്താണ് ഉറങ്ങാണ്ടിരുന്ന് പണിത കുറച്ച് മനുഷ്യരുണ്ട്. ഇവരുടെയൊക്കെ എഫേർട്ട് ഈ കുഞ്ഞുങ്ങളായിരുന്നു. പിന്നെ എന്താണ്, പ്രാർത്ഥന കൊണ്ട് ഇവരെ പൊതിയുന്ന ഒരു ടീമുണ്ട്. ആ ടീം അതാണ് ഇന്ന് മാലാഖമാരുടെ പേരിലാണ് കുഞ്ഞുങ്ങൾക്ക് ഓരോ ടീമായിട്ട് നമ്മൾ ഇവരെ അവിടെ ഇരുത്തിയേക്കാം. ഈ മാലാഖമാരൊക്കെ ഇവരുടെ ഇന്ന് മാത്രമുള്ളതല്ല. പലപ്പോഴും ഞാനും എൻ്റെ കൂടെയുള്ള ഒരു നിസ് ടീച്ചറൊക്കെ ആയിരുന്നു, ഞങ്ങളൊക്കെ ആയിരുന്നു രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മാലാഖയുടെ പേരിന് താഴെ കുഞ്ഞുങ്ങളുടെ പേര് എഴുതുന്ന ടൈമിൽ പോലും പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങളെ ഈ മാലാഖമാരുടെ സംരക്ഷണത്തിലോട്ട് നമ്മൾ വിട്ടുകൊടുക്കണേ. അത് അന്ന് ആ ഒരു നിമിഷത്തേക്ക് മാത്രമല്ല, ഇനി ഇവരുടെ ജീവിത അന്ത്യം വരെ ഈ മാലാഖ ഉണ്ടാവും ഇവർക്ക് കൂടെ. അത് കുറച്ച് സ്പെഷ്യലാണ്, കുറച്ച് ഡിഫറെന്റ് ആണ്. അതെ, ഒരു നമ്മളൊരു കയറ് കെട്ടിടണേ, ഈശോയെ ഇവരുമായിട്ടൊരു കെട്ടിടുകയാണ്. അപ്പൊ അത് എന്നും തുടർന്നുകൊണ്ട് പോകും. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് വെറൈറ്റി ആണ്, ഫെയ്ത്ത് ലെവലിലും ബെസ്റ്റാണ്, ചില്ലിയാനും ബെസ്റ്റാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു ഇതിന്റെ പാർട്ടാകാൻ ആയതിന്. തീർച്ചയായിട്ടും വെറൈറ്റി പ്രോഗ്രാംസിന് ഇങ്ങനെ ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്, ബിഗിനിങ് മാത്രമാണ്. ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമുക്ക് പൊളിക്കാനും പൊളിച്ചെടുക്കാനും കുട്ടികളെ ഈശോയിൽ ആനന്ദം. ഈശോ എന്ന വാക്ക് പറയാൻ പലപ്പോഴും വിറക കൊള്ളുന്ന സമയത്ത് ഈശോ എന്ന കുഞ്ഞുങ്ങള് ഈശോയും പൊളിയാണ്, ഈശോയും അടിപൊളിയാണ്, ഈശോക്ക് വേണ്ടി ജീവിക്കണം, ഈശോക്ക് വേണ്ടി മാറ്റം, ട്രെൻഡി ആണെന്നൊക്കെ പറയണം. ട്രെൻഡി വേൾഡ് എന്ന് പറയുന്നത് പലപ്പോഴും പുറത്തുള്ളത് മാത്രമല്ല, ക്വാളിറ്റി സഭക്കും ക്വാളിറ്റി കൂടി മനസ്സിലാക്കുന്നുണ്ട്. അതെ, തീർച്ചയായും പരിഗണിക്കുന്നുണ്ട്, ഒപ്പമായിരിക്കുന്നുണ്ട്. അവര് വേണ്ടപ്പെട്ടവരാണ്. അവരുടെ നീഡ്സും അവരുടെ വാൺസും ഒക്കെ നമ്മൾ കൺസിഡർ. സോ താങ്ക് യു. ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രോഗ്രാം പങ്കെടുക്കുന്നത്? ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞിട്ട്, അതും യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പങ്കെടുക്കുന്നത്. എന്ത് തോന്നുന്നു മൊത്തത്തിൽ? നല്ലൊരു ദൈവികാനുഭവമായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ കൂടുന്നത്. അപ്പോൾ ചിൽഡ്രൻസിന് മാത്രമായിട്ട് യേശുവിൻ്റെ ഒപ്പമുള്ള ഒരു ട്രീറ്റ്, അത് നല്ലൊരു അനുഭവമായിരുന്നു. അടിച്ചു പൊളിച്ചു. ഇങ്ങനെ ആയിരിക്കും ഒരു എക്സ്പെക്ട് ചെയ്ത് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ക്ലാസ് പോലെയൊക്കെ ആയിരിക്കും.
പക്ഷേ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ നല്ല മ്യൂസിക്, ഡാൻസ്, പിന്നെ ഹോളി മാസ്, പിന്നെ ഓരോ പങ്കുവയ്ക്കാൻ വന്നവരൊക്കെ ആണെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഈ ഒരു പ്രായത്തിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം ടോട്ടലി നോക്കുമ്പം ഒരു ചൈൽഡ് എന്ന നിലയിൽ ഒരു ആൻഡ് ആസ് എ യൂത്ത് എന്ന നിലയിലും നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ വേൾഡ് ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കാനായിട്ട് ആഹ്വാനം ചെയ്തപ്പോൾ ആദ്യം കൊച്ചി രൂപതയാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു? വളരെ സന്തോഷത്തോടെയാണ് ഇത് കാണുന്നതും ഇവിടെ വന്നതും. അതായത് മാർപ്പാപ്പ ആദ്യമായിട്ടാണ്, അതായത് ചരിത്രത്തിൽ തന്നെ വത്തിക്കാനിൽ മാർപ്പാപ്പ ആഗോള ചിൽഡ്രൻസ് ഡേ, അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം വേണം. അത് മനസ്സിലായത് ഏതോ ഒരു സന്ദർഭത്തിലൊരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പിതാവിനോട് മാർപ്പാപ്പയോട് ചോദിച്ചു, യുവജന ദിനത്തിലോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു പ്രത്യേക ദിനത്തിൽ ചോദിച്ചെന്നാണ് കേട്ടത്. ഞങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാപ്പ ഒരു ദിനം വയ്ക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് മാർപ്പാപ്പ പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദിവസം ഉണ്ടാകും. അതാണ് മാർപ്പാപ്പയ്ക്ക് പ്രചോദനം ആ കൊച്ചാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾ എത്രമാത്രം ഈ ലോകത്തിൽ പ്രധാനപ്പെട്ടവരാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്ന് ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊച്ചു രൂപതയിൽ ഇങ്ങനെ ആദ്യം നടത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷം. കുഞ്ഞുങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്നു, ഈശോയിൽ സന്തോഷിക്കുന്നു. ഈശോയാണ് അവരുടെ ഹീറോ. കൊച്ചി രൂപതയുടെ ഭാഗത്ത് നിന്ന് ഇനി പുതിയ പ്രോഗ്രാമുകളുണ്ടോ? തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇനി കുട്ടികളെ ഒരുമിച്ച് കൂട്ടാനും ഒരുമിച്ച് തീർച്ചയായിട്ടും ഉണ്ടാവും. ചിൽഡ്രൻസ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സാധിക്കുന്ന പരിപാടികളെല്ലാം കുട്ടികൾക്ക് വേണ്ടി ചെയ്യും. നമ്മുടെ ചില്ലാൻ റണ്ണിന്റെ ആർട്ട് ടീം ഫുള്ളാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം അതിന്റെ ആർട്ട് വർക്കും കൂടിയാണ്. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ടാണ് ചില്ലാൻ റണ്ണിന്റെ ഓരോന്നും വിഭാവനം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ 6 മാസത്തെ കഷ്ടപ്പാടാണ് ഈ കാണുന്നതെന്നാണ് നമ്മുടെ ആർട്ട് ഡയറക്ടർ പറഞ്ഞത്. നമുക്ക് ആർട്ട് ഡയറക്ടറിന്റെ അടുത്ത് ചില്ലാൻ റണ്ണിന്റെ ആർട്ട് വർക്ക്സിനെ പറ്റിയിട്ട് ചോദിക്കാം. അരുണച്ചൻ ഇതിൻ്റെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ആൽഡ്രിൻ കോർഡിനേറ്ററും കൂടി പറഞ്ഞപ്പോൾ ഏറ്റവും എളുപ്പം നമുക്കൊരു LED സ്ക്രീൻ വെക്കലായിരുന്നു. പക്ഷേ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് സ്കെച്ചുകളൊക്കെ ഞാൻ ഉണ്ടാക്കി ഈ ഒരു ഇതിലേക്ക് എത്തിയത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മാജിക്കലൊക്കെ വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ സ്റ്റേജ് മാത്രമല്ല, ഇത് മൊത്തം ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഫ്രണ്ടും അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു 6 മാസം എൻ്റെ കീഴിലെ ടീം എല്ലാവരും, ഇതിൽ പെടാത്തവരൊക്കെ ഉണ്ട്, സേവരങ്ങൾ എന്ന് പറഞ്ഞ പുള്ളിക്കാരനൊക്കെ ഉണ്ട്, അവരൊക്കെ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയത്. അത് ശരിക്കും നല്ലൊരു കഷ്ടപ്പാട് തന്നെ ആയിരുന്നു. കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരങ്ങളാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ അതും പൈസ ചിലവാക്കാനുള്ള പൈസ വളരെ കുറച്ചുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് കിട്ടുന്ന അതൊക്കെ കൊണ്ട് ചെയ്യണമെന്നുള്ള ഹാൻഡ് മെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യേശുവിൻ്റെ പ്രതിമ ചെയ്തിരിക്കുന്നത് നമ്മൾ തെർമോക്കോളി ചെയ്തിട്ട് ബാക്കി അതിൽ ഞങ്ങളുടെ പള്ളിയുടെ മണ്ണ് ഉപയോഗിച്ചാണ് ഞങ്ങളത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ദേവദാസൻ, കൊച്ചിയിലെ ആദ്യത്തെ ദേവദാസൻ്റെ പാദസ്പർശമേറ്റ ആ മണ്ണുകൊണ്ട് ചെയ്യും എന്നുള്ളൊരു ഇതുണ്ട്. പണ്ട് കാലത്ത് ഈ അച്ഛൻ്റെ വാർഷിക അനുസ്മരണം നടക്കുമ്പോൾ ആളുകൾ വന്നിട്ട് അവിടെ നിന്ന് മണ്ണെടുത്തുകൊണ്ട് പോകുമായിരുന്നു. അത് അവരുടെ വീട്ടിൽ വെക്കുമ്പോൾ അവർക്കൊരു ധൈര്യവും ആശ്വാസം അതൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇതുകൊണ്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഇത് സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ സ്ട്രെയിറ്റാണ് ചെയ്തതെങ്കിലും നിങ്ങൾ നോക്കുമ്പോൾ അത് കർവായിട്ട് തോന്നും. അങ്ങനെ പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു ചുറ്റും പോകുന്നൊരു സ്ട്രക്ചറുണ്ട്. അതൊരു പ്രത്യേക രീതിയിലാണ് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്കി വേ അതിൻ്റെ ഒരു ഇങ്ങനെയൊക്കെ പോലെ കുറേ തീമുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എല്ലാവരും വളരെ നന്നായിട്ട് വർക്ക് ചെയ്തു. ഒരു 3 ദിവസമായിട്ട് ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ പോരായ്മകൾ അതെ. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർട്ട് മിനിസ്റ്റർ മാത്രമായിരുന്നില്ല, ഞങ്ങൾ മൊബൈലൈസേഷൻ എന്ന് വെച്ചാൽ അതൊരു വലിയ ഇതായിരുന്നു. മൊബൈലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 63 ഇടവകളും അതിൻ്റെ സബ്സ്റ്റേഷനിലായിട്ട് ഇതിൻ്റെ ബ്രോഷറുകൾ എത്തിക്കുക, പിന്നെ ഇതിൻ്റെ സർക്കുലർ രൂപത എന്നുള്ള സർക്കുലർ എത്തിക്കുക, അങ്ങനെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. അത് രാത്രി ഈ മഴയത്തൊക്കെ ഏകദേശം 2 മണി 3 മണിക്കൊക്കെയാണ് എൻ്റെ കൂട്ടുകാരി അതവിടെ എത്തിച്ച് ചെന്നത്. അതൊക്കെ ശരിക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റി നമുക്ക്.
പിന്നെ ഈ വരുന്ന ഈ പരിപാടി ഇപ്പം ഇത്രയായപ്പോഴും വളരെ നന്നായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പ്രതീക്ഷ രീതിയിൽ വന്നു. പക്ഷേ ഞങ്ങൾ ചിൽഡ്രൻസ് കമ്മീഷൻ രൂപതമായിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം അച്ഛൻ്റെ കിട്ടിയിട്ട് ഒരു കുറച്ച് മാസങ്ങളാവുന്നുള്ളൂ. പിന്നെ പാപ്പ ഇത് വേൾഡ് ചിൽഡ്രൻസ് അനൗൺസ് ചെയ്തിട്ട് തന്നെ കഴിഞ്ഞ ഡിസംബർ അനൗൺസ് ചെയ്ത് ഇപ്പോഴാണത് അടുത്ത ആഴ്ച 25-26 നടക്കുന്നത്. അപ്പോൾ വേറെ രൂപതകളൊന്നും ഇങ്ങനെ ഇല്ല എന്നാണ് ഞങ്ങളുടെ അറിവ്. ആദ്യമായിട്ടാണ് കൊച്ചി രൂപതയാണ്. കൊച്ചി രൂപതയിലെ അരുണച്ചൻ ഞങ്ങളുടെ ഇടക്കൊച്ചി സഹവികാരിയാണ്. പുള്ളിയാണ് നേതൃത്വത്തിലാണ് ഇതെല്ലാം. അച്ഛൻ രക്ഷയില്ല, പുള്ളിയാണ്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു അത് പുള്ളിയുടെ ഇതാണ് ഞങ്ങൾ ഇങ്ങനെ സപ്പോർട്ടാണ് ഇവിടം വരെ എത്തിച്ചത്. എന്ന് വെച്ചാൽ നല്ലൊരു എപ്പോൾ വേണേലും എന്ത് കാര്യത്തിനും അച്ഛൻ്റെ അടുത്ത് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ചിരിച്ച മുഖത്തോടെല്ലാം നമ്മൾ കണ്ടിട്ടില്ല അച്ഛനെ. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടാവുമ്പോൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ വന്ന് പ്രശ്നങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. ഇത് ഈ നിമിഷവും കുറച്ച് മുമ്പ് വരെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനത്തെ ഒരു സംഘടന രൂപീകൃതമായിട്ട് ആദ്യം നടത്തുന്ന ഒരു പരിപാടി ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് മുകളിലാണ് എന്നുള്ള ഞങ്ങളുടെ വിശ്വാസം. കാരണം ഞങ്ങൾ ആദ്യം നമ്മൾ ചെറിയ പരിപാടികളിൽ നിന്നാണ് വളരെ മുകളിലേക്ക് പോകുന്നത്. ഇത് ആദ്യം തന്നെ ഇത്രയും വലിയൊരു പരിപാടിയിലേക്ക് പോയി. അതും റോം വരെ ശ്രദ്ധിക്കപ്പെടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം അവിടെ അനൗൺസ് ചെയ്തൊരു പരിപാടി അവർ നടത്തുന്ന മുമ്പ് നമ്മളിത് നടത്തി. അപ്പോൾ അതിൻ്റേതായ ഒരു റിസൾട്ട് അവിടെ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വളരെ സന്തോഷം, നല്ല കാര്യമാണ്. ദൈവത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഉറക്കവും ബാക്കി എന്ത് പോരായ്മകളും ഞങ്ങൾ ബാധിക്കില്ല. താങ്ക് യു. അത്രേ ഉള്ളൂ. ഹലോ പരിപാടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ചില്ല് ചെയ്തോ? നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നോ? നിങ്ങൾ എങ്ങനെ ഈ പരിപാടി ചില്ലാൻ നടക്കുന്നുണ്ടെന്ന് എങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞത് സന്ദർശപ്രകാരം വന്നതാണ്? ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? നമുക്ക് ചിൽ ആൻഡ് റൺ എന്ന ഈ പ്രോഗ്രാമിനെ പറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ ആൾഡ്രിൻ നമ്മളോട് സംസാരിക്കും. ഇത് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കണ്ടൊരു സ്വപ്നമാണ്. അരുണച്ചനും ചിൽ ആൻഡ് റണ്ണിൻ്റെ അല്ലെങ്കിൽ ചിൽഡ്രൻസ് കമ്മീഷൻ്റെ ഡയറക്ടർ അരുണച്ചനും ഞാനും സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഈശോയെ അനുഭവിച്ച് തുടങ്ങിയത് ഞങ്ങളൊരു ഡിഗ്രി കാലയളവിൽ. അപ്പോൾ മുതൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സ്വപ്നങ്ങൾ കാണുമായിരുന്നു ഈശോയ്ക്ക് വേണ്ടി. ആ കണ്ട സ്വപ്നങ്ങളിൽ ഒന്നാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. വർഷങ്ങൾക്ക് ശേഷം അതിലൊക്കെ എത്രയോ മനോഹരമായിട്ട് അത് ഈശോ യാഥാർത്ഥ്യമാക്കി തന്നു. ഒരു പരിധിവരെ അത് ഈശോയുടെ സ്വപ്നം തന്നെയായിരുന്നു ഞങ്ങൾ കണ്ടത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിന്ന് യാഥാർത്ഥ്യമായതിൻ്റെ ഒരു ചാരിതാർത്ഥ്യവും സന്തോഷവും നന്ദിയും ഞങ്ങൾക്ക് ഈശോയോടുണ്ട്. കുട്ടികളുടെ കാര്യം കുട്ടിക്കളിയല്ല, അത് ഏറ്റവും മനോഹരമായിട്ട് നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതാണ് ഇവിടെ സംഭവിച്ചെന്ന് തോന്നുന്നു. നമ്മുടെ ചിൽ ആൻഡ് റണ്ണിൻ്റെ ഏറ്റവും ചില്ലായ കുറച്ച് ടീംസിൻ്റെ കൂടെയാണ്, അതായത് നമ്മുടെ ഡാൻസേഴ്സ്. അടിപൊളി ഡാൻസ് ആയിരുന്നു നമ്മുടെ ചിൽ ആൻഡ് റണ്ണിന് വേണ്ടി ഒരു പെർഫോം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഓഡിയോ വിഷ്വൽ മിനിസ്ട്രി കോർഡിനേറ്റർ ആൻഡ് വോളണ്ടിയർ നിതിൻ സർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡാൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? എത്ര നാളെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം എങ്ങനെയായിരുന്നു? ഒരുക്കം ഇപ്പോൾ 1 മാസത്തോളമായി നമ്മളതിൻ്റെ പ്രാക്ടീസ് തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരു 2 ഡാൻസ് ഉണ്ട്, 2 സ്കിറ്റ് ഉണ്ടായി. ഇവിടെ അരുണച്ചനാണ് നമ്മുടെ കോർഡിനേറ്റ് ചെയ്തത്, പിന്നെ ആൻഡ്രി. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ 1 മാസത്തോട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെയാണ്. പിള്ളേരൊക്കെ വിളിച്ചാൽ തന്നെ വരും, നല്ല രീതിയിൽ നമ്മളോട് അതാണ് വിളിച്ചപ്പോൾ തന്നെ വരും, നന്നായിട്ട് കളിക്കും, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. നമുക്ക് അധികം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ചില്ലായിട്ടുള്ള പിള്ളേരാണ്. പ്രാക്ടീസ് സെക്ഷനൊക്കെ നല്ല രീതിയിൽ എല്ലാ ദിവസവും വൈകിട്ട് എല്ലാവരും ഉണ്ടാവും. ഈശോടൊപ്പം അനുഭവം നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചാണ് തുടങ്ങുന്നത്. കഴിയുന്നതും നമ്മൾ പ്രാർത്ഥിച്ച തന്നെ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല, നമുക്ക് ദൈവം നന്നാക്കേണ്ടത് ഈ ഒരു കഴിവാണ്. നമുക്ക് ഇപ്പോൾ 2 മിനിറ്റ് നേരം നിന്ന് പ്രസംഗിക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പം നമുക്ക് നന്നാക്കുന്ന കഴിവ് ഉപയോഗിച്ച് പിള്ളേർക്ക് ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ദൈവം ഏൽപ്പിച്ചേക്കണം, നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് വിശ്വാസം. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ചില്ല് ചെയ്തോ? എന്താ ഇഷ്ടപ്പെട്ട വന്നിട്ട്? ആക്ഷൻ സോങ്ങും ആക്ഷൻ പിന്നെ ഡാൻസ് ഒക്കെ കളിക്കാൻ എല്ലാം ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ പുതിയ? അതെ. ഇത് പുതിയ ഫ്രണ്ടാണോ? നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് ഇവിടെ നിന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് 5th തുടങ്ങി 10th വരെയുള്ള കുട്ടികളും ഇങ്ങനെ പോകാനായിട്ട് താല്പര്യമുള്ള കുട്ടികളെ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത്.
അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. ഞാനും ജസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുട്ടികളെ കൊണ്ടുവന്നാക്കിയതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ നല്ല പ്രോഗ്രാം ആയിരുന്നു, ഫുൾ ടൈം എൻഗേജ്ഡായി. അപ്പോൾ ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും ഇതിനകത്തേക്ക് ഫുൾഫിൽ ചെയ്ത് ഞാൻ അങ്ങോട്ട് ശരിക്കും 5 മണി വരെ ഇരുന്നു എന്നാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഈശോനെ അറിയുക, ദൈവത്തിനെ അറിയുക, അത് കൗതാശപരമായ ജീവിതത്തിലൂടെ കുറച്ചും കൂടിയൊക്കെ ആഴത്തിൽ കുറേ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ കൂടി കുട്ടികൾക്ക് അവരുടെ ഡെയിലി ലൈഫിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈശോ തൊട്ടടുത്തുണ്ട്, ഈശോ കൂടെ ഉണ്ട് എന്നുള്ള അറിവ് കുട്ടികൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം സാധാരണ ഒരു ക്രിസ്ത്യൻ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോഴത്തേക്കും ഞാനിപ്പോൾ കുറേ വർഷങ്ങളായി ഇങ്ങനെയുള്ള പുതിയ പ്രോഗ്രാമൊക്കെ കണ്ടിട്ട്, പക്ഷേ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നല്ല, അവരെ ഈശോനെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അറിയാൻ സാധിച്ചു ഒരവസരം തന്നെയായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. എക്സ്പെക്ട് ചെയ്തായിരുന്നു? നല്ല സമയം ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. നിങ്ങൾ എങ്ങനെയായിരിക്കും വിചാരിച്ചത്? ഞങ്ങള് കുറെ ക്ലാസ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് പാട്ടും ഡാൻസ് അങ്ങനെയൊക്കെ വിചാരിച്ച. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ചില്ലാനണ്ണിൻ്റെ മ്യൂസിക് പ്രോഗ്രാം ചെയ്ത ബാൻഡാണ്. നമുക്ക് ചില്ലാനണ്ണിന് വേണ്ടി നിങ്ങൾ നടത്തിയ പ്രിപ്പറേഷൻസും ആ ഒരു ഒരുക്കങ്ങളെ പറ്റിയിട്ട് പറയാം. അറൗണ്ട് 1 month ആയി ഞങ്ങളിപ്പോൾ ഇതിൻ്റെ പ്രാക്ടീസിൽ. അപ്പോൾ നമ്മൾ ആദ്യം സോങ്സ് സെലക്ട് ചെയ്യുന്നപ്പോൾ കുട്ടികൾക്ക് ലൈക്ക് ഒരുപാട് ഫെമിലിയർ ആവണമെന്ന് അവർ എൻജോയ് ചെയ്യുന്നുള്ള രീതിയിലുള്ള സോങ്സാണ് നമ്മൾ ചൂസ് ചെയ്തത്. കൂടുതലും ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാലൻസ് വെച്ചിട്ട് ഈശോനെ പ്രൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി പിള്ളേരിലേക്ക് നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാലും കൂടുതലായിട്ട് ഈ പാട്ട് ഡാൻസിലൂടെയൊക്കെ കുറച്ചുകൂടി നമുക്ക് ഈശോനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാർട്ടാകാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ ടീം. ആക്ച്വലി ഞങ്ങളുടെ മെൻറ്ററാണ് ജോബിച്ചേട്ടൻ സംസാരിക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഗോൾഡൻ എക്സ്പീരിയൻസ് ആയിരുന്നു. പിള്ളേർക്ക് നല്ല ചില്ലായിട്ട് ഈശോനോട് ജീവിക്കാൻ പറ്റുമെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കാൻ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് പറ്റി. ആൻഡ് ഞങ്ങളുടെ ബാൻഡിൻ്റെ പേര് ഡിവൈൻ വേഴ്സ് ആണ്. ഡിവൈൻ വേഴ്സ് എന്നാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ബട്ട് ജോയിൻ ടുഗെദർ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഇന്ന് കുറേ നാളുകളെ ഞങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല എനർജറ്റിക് ആയിട്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടാൻ ഈ ഒരു ദിവസം ഞങ്ങൾക്ക് പറ്റി ത്രൂ ദ മ്യൂസിക്. പിള്ളേർ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള പിള്ളേരായിരുന്നു. കൊച്ചിയിലെ പിള്ളേരെല്ലാം ഭയങ്കര എനർജറ്റിക് ആൻഡ് വൈബ്രൻ്റ് പിള്ളേർക്കൊക്കെ ഭയങ്കര, ഞങ്ങൾക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളെ നന്നായിട്ട് അവർ എൻകറേജ് ചെയ്തു. സോ ഞങ്ങളുടെ എൻ്റെ ക്രൂ വെരി ഹാപ്പി വിത്ത് ദിസ് പ്രോഗ്രാം. ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു, ഭയങ്കര ചില്ലായിരുന്നു. ഞങ്ങൾ ചിൽ ആൻഡ് റൺ എന്ന പ്രോസസ്സിൽ തന്നെയാണ്. ഞങ്ങൾ ഈ പ്രോഗ്രാമിന് ഒരു തീം സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ബാൻഡാണ് ആ തീം സോങ് ചെയ്ത് ബാൻഡ് ഒരുമിച്ച് ചെയ്തു. ആ തീം സോങ് ഈസ് ഓൾസോ വെരി ഗുഡ്. അതിൽ ചില്ലാണ്ട് ഞങ്ങൾ വിചാരിക്കുകയാണ് ഇങ്ങനെ നാളുകൾ ഇങ്ങനെ ചില്ലായിട്ട് ഈശോന് വേണ്ടിയിട്ട് റൺ ചെയ്യാൻ ഈ പ്രോഗ്രാം ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ അങ്ങനെ ചില്ലായിട്ട് ഈശോന് തീം സോങ് ഷെക്കിനായുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അത് പാടാമോ? എന്നും ചെങ്കിൽ നിന്നെ കാക്കും കൺമണി പോൽ തൻ വഴിയെ നടത്തിയിടുവാൻ തൻ്റെതായി മാറാൻ ഉള്ളം കയ്യിൽ പേർ ചേർക്കും പ്രാണൻ നൽകും നിന്നെ എന്നും കാത്തിടുവാൻ ആ സ്നേഹം നിന്നുള്ളിൽ വാണിടുവാൻ നിന്നെ മാറോട് ചേർത്തിടുവാൻ ഉള്ളം കയ്യിൽ പേർ ചേർക്കും പ്രാണൻ നൽകും നിന്നെ എന്നും കാത്തിടുവാൻ ആ സ്നേഹം നിന്നുള്ളിൽ വാണിടുവാൻ നിന്നെ മാറോട് ചേർത്തിടുവാൻ. ഓഹോ still with Christ. Oh, run for Christ. Chill with Christ. Run for Christ.
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനപ്രകാരം കേരള കത്തോലിക്ക സഭയിൽ വേൾഡ്സ് ചിൽഡ്രൻസ് ഡേ അതിഗംഭീരമായി തന്നെ ആഘോഷിക്കപ്പെട്ടിരിക്കുകയാണ്. കൊച്ചിയിലെ ഈ ആഘോഷത്തിൽ നമുക്ക് കാണാം കുരുന്നുകളുടെ സന്തോഷം. ഈ അവധിക്കാലം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ കാണിച്ച ആ മനസ്സ്, അവരെ ഈ പ്രോഗ്രാമിലേക്ക് പറഞ്ഞു വിട്ട മാതാപിതാക്കൾക്ക് വേണം ഏറ്റവും നല്ല കയ്യടി കൊടുക്കാൻ. ഇന്ന് അവർ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഓരോ കുട്ടിയുടെയും മുഖത്ത്, ഓരോ കുരുന്നിന്റെയും മുഖത്ത് ഈശോയെ അനുഭവിച്ചറിഞ്ഞതിലുള്ള, ഈശോയെ അടുത്തറിഞ്ഞതിലുള്ള, ഇതുവരെ ലഭിക്കാത്ത എന്തോ ഒന്ന് അവർ നേടിയെടുത്ത സന്തോഷത്തിലാണ് ഓരോ കുരുന്നും ഈ ആൽഫ സെന്റർ വിറ്റിറങ്ങുന്നത്. അത് തന്നെയാണ് കൊച്ചി രൂപതയ്ക്ക് ഇന്ന് കുട്ടികൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. ഇനിയും ഇതുപോലെ ഒരുപാട് പ്രോഗ്രാമുകൾ കൊച്ചി രൂപതയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ അശ്വിൻ ഷാജിക്കൊപ്പം ബീന ബെന്നി, ഷെക്കിനായ ന്യൂസ്.